ഹായ്, ഞാൻ ബിനിത. മിക്ക ദിവസവും പേപ്പറിലും മാധ്യമങ്ങളിലും കാണുന്നതാണ് കാമുകൻ കാമുകിനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ആത്മഹത്യകൾ സംഭവിച്ചെന്നൊക്കെ. എന്താണ് ഇതിന് പിന്നിലെ കാരണം? പലപ്പോഴും ടോക്സിക് റിലേഷൻഷിപ്പാണ്. എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ പലവർക്കും അറിയില്ല. ചില വ്യക്തികൾ സ്നേഹം നടിച്ച് നമ്മുടെ ജീവിതത്തിൽ വരും. ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആ വ്യക്തിയാണ് എൻ്റെ ജീവൻ, എനിക്ക് ആളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും ആളുടെ സ്നേഹപ്രകടനം കണ്ടിട്ട്. പക്ഷേ ആളുടെ ഉള്ളിലോ നിറയെ വിഷമായിരിക്കും. അതാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഈ വ്യക്തി വളരെ സ്നേഹം കൊണ്ട് നമ്മളെ മൂടും. നീയാണ് എൻ്റെ ഭാഗ്യം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് നീ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് നമ്മളെ വളരെയധികം പുകഴ്ത്തും. നമുക്ക് ഇല്ലാത്ത ക്വാളിറ്റി വരെ പറഞ്ഞ് നമ്മൾ സന്തോഷിപ്പിക്കും. നമ്മൾ വിചാരിക്കും ഈ വ്യക്തിയാണ് എൻ്റെ ജീവിതം, എനിക്ക് ആളും മതി എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. ആൾ ബുദ്ധിപൂർവ്വം നമ്മൾ അടിമയാക്കുക ചെയ്യുന്നത്. പിന്നീട് പല പല കാര്യങ്ങൾ, അതായത് പറയാതെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി നമുക്കൊന്ന് വയ്യാതെയായ ഭയങ്കരമായിട്ട് പരിചരിക്കും, ഭക്ഷണം വാരിത്തരും. അങ്ങനെയൊക്കെ ചെയ്ത് ആളില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജീവിക്കും. പിന്നെ ടോക്സിക് ആവുന്നത് ഒരു സമയമാവുമ്പോൾ ആ വ്യക്തി നമ്മളോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറും. അതായത് ആ വ്യക്തി നമ്മുടെ കൺട്രോൾ മുഴുവൻ അങ്ങോട്ട് എടുക്കും. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, എന്ത് കഴിക്കണം, ആരോട് സംസാരിക്കണം, എങ്ങോട്ട് പോകണം, പോയി കഴിഞ്ഞാൽ ഈ സമയത്തുള്ളിൽ തിരിച്ചു വരണം. ഈവൻ നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് കൂടി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുൾ കൺട്രോൾ ആളെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നമ്മൾ കളിയാക്കും. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. പക്ഷേ നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി, നമ്മുടെ കുറവുകൾ മാത്രം കണ്ടെത്തി നമ്മളെ മെൻ്റലി വളരെയധികം ഹരാസ് ചെയ്യും. പതുക്കെ പതുക്കെ ഈ മെൻ്റൽ ഹരാസ്മെൻറ്റ് ഫിസിക്കൽ അബ്യൂസിലേക്ക് പോകും. അതായത് ആൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഭക്ഷണത്തിൽ ഉപ്പില്ല, എരിവില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ ശാരീരികമായി ഉപദ്രവിക്കും. ആൾക്ക് ദേഷ്യം എപ്പോഴൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ശാരീരികമായി ഉപദ്രവിക്കും. എന്നിട്ട് പറയും എനിക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു വിലയും തരില്ല, ഒരു റെസ്പെക്റ്റും ഇല്ല. ആ വ്യക്തിക്ക് മാത്രം, ആളുടെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ആളുടെ ഇഷ്ടങ്ങൾക്ക്, ആളുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയും തരാതിരിക്കുക. ഇതൊക്കെ അവരുടെ ടോക്സിക് റിലേഷൻഷിപ്പ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്യാരക്ടറുകളാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കാം? നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. ഇതെനിക്ക് പറ്റുന്നില്ല, ഇത് ടോക്സിക് ആണ്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും? നമ്മൾ പ്രസൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക. പ്രസൻറ്റിൽ എനിക്കിത് പറ്റുമോ ഇല്ലയോ? അങ്ങനെ സ്ട്രോങ് ആയി തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിക്കുക. എനിക്ക് സാധിക്കും, ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ മാത്രം മതി എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നമുക്ക് ഈ വിഷമങ്ങൾ വരുമ്പോൾ ആരുടെങ്കിലും പറയാം, നമ്മുടെ വീട്ടുകാരോട് പറയുക, അതുപോലെ ഫ്രണ്ട്സിനോട്. നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ടറിൻ്റെ, അതായത് സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറിൻ്റെയോ സഹായം തേടാം. അങ്ങനെ നമ്മൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക. പലപ്പോഴും റിലാക്സേഷൻ ടെക്നിക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക്, പലരും കണ്ടിട്ടില്ലേ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ച് പറ്റാതെയാകുമ്പോൾ തിരിച്ചു വന്ന് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ ഡാൻസിലാവാം, പാട്ടിലാവാം, അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ വളരെയധികം നല്ല രീതിയിൽ പ്രാവീണ്യം തെളിയിക്കുന്നത്. അതുപോലെ ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്, അത് ആരെ കയ്യിലും കൊടുക്കരുത്. സ്വന്തമായി ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, അത് മനസ്സിലാക്കുക. ടോക്സിക് ആണെന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മാറി സ്വന്തമായി ജീവിക്കാൻ ശ്രമിക്കുക.